My name is Rajesh. This is the from first time. Himachal Pradesh. Oh, it's This is first the time. first time. Oh, sorry. It's okay. Himachal Pradesh. Yeah, it's okay. It's okay. ഭൂട്ടാൻ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഗൈഡ് തിലെ, ഇത് ഡ്രൈവർ സുനിൽ. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഒരു പാവാട പോലെ കണ്ടില്ലേ. നമ്മുടെ ടീം തിംഫുവിലേക്കുള്ള യാത്രയിലാണ്. സോ വി ആർ എ ഗ്രൂപ്പ് ഓഫ് 20 members. Hi guys. Hi. Just introduce yourself. Rohit. Deepshika. From Delhi. Delhi. Rajesh from Himachal. Rajesh from Himachal. Hi. Rohit from Jaipur. And Rohit from Jaipur. Palak from Jaipur. Jaipur. Palak. And you? Harsh from Pune. Oh? You didn't ask why. Harsh from Pune. Pune sir. Janvi from Nagpur. Janvi. Sushma from You forget? Hi, I'm Varun from Chennai. Chennai. This is the first time you can smile. Yeah, this is the first time I'm here to Bhutan to be featured in Joby's channel. Hi, this is Shyam from Chennai. Chennai. Priyanka from Patna. Loudly. Priyanka from Patna. Priyanka from Patna. And Sahil from Mumbai. Sahil from Mumbai. Hi, I'm Nidhi from Raipur. Nidhi, Raipur. I'm Mishka from Mumbai. Mishka. Pooja. Me from Jammu and Kashmir, Jammu and Kashmir. Jammu city, and my name is Ravi Chandra Sharma. Ravi Chandra Sharma. Oh, Amrita from Baroda. Amruta. Gujarat. Yes, Gujarat. Vijeta from Pune. Okay. What is that? Babu from Babu Kerala. from Kerala. 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 Okay, thank you all. ഭൂട്ടാൻ്റെ തലസ്ഥാന നഗരമായ ഒരു കാർഷിക നഗരമായ തിംഫുവിലേക്കാണ് ഞങ്ങളുടെ യാത്ര. കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ഈ ചുരത്തിലൂടെയുള്ള യാത്രയിൽ ഭൂട്ടാനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1963 നിലവിൽ വന്ന ഏകദേശീയ പാതയിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതിനു മുൻപ് കുതിരയും യാക്കും കഴുതയുമായിരുന്നു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ ആശ്രയിച്ചിരുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ സംഘവും യാക്കുകളുടെ പുറത്തേറിയാണ് മലകളും താഴ്വരകളും താണ്ടി 9 ദിവസത്തിന് ശേഷം പാറോയിലെത്തിയത്. 1958 നെഹ്റുവും ഇന്ദിരയും ഈ സൗഹൃദ സന്ദർശനം നടത്തിയത്. പുറം ലോകവുമായി തികച്ചും ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഭൂട്ടാൻ ജനത. അന്യ സംസ്കാരങ്ങളുടെ അധിനിവേശം തടയാനായി റേഡിയോയും ടെലിവിഷനും മൊബൈൽ ഫോണുമെല്ലാം വേണ്ടെന്ന് വെച്ച ഭൂട്ടാനിൽ 2000 ശേഷമാണ് ഈ വിനിമയ മാധ്യമങ്ങൾ അനുവദിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 1999 4ാം രാജാവ് ജിഗ്മേ സിംഗെ വാങ്ചുക്കിൻ്റെ കിരീടധാരണ രജത ജൂബിലിയോടനുബന്ധിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട സൗജന്യ ദാനങ്ങളായിരുന്നു അവ. 2010 ഇവിടെ വീടുകളിൽ തപാൽ എത്തിയത് എന്നറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ വഴിയോര കാഴ്ചകളിലെ വർണ്ണഭംഗികൾ നമ്മുടെ മനം കുളിർക്കുന്നതാണ്. പോണവഴിക്ക് ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. ഒരു ചായ, കാലി ചായ, പിന്നെ കിളിയായത് ചായ 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 വാല ചായ വാല ചായ മിലേഗാ നാ? ഇവിടെ 5 മിനിറ്റ് കിട്ടിയുള്ളൂ. ഇവർ ക്യാരംസ് കളിക്കാൻ തുടങ്ങി നമ്മുടെ കൂട്ടുകാർ. ഇവിടെ ഉണ്ട് എല്ലാ ചായക്കടയിലും ബിയർ കിട്ടും, ഹോട്ട് കിട്ടും. Black Benjamin or black? എല്ലാവരും ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടിന് നിന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഫോട്ടോ എടുക്കാതെ പോകില്ല, അതാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്.
നമ്മൾ പറഞ്ഞു വന്നത് ഭൂട്ടാൻ്റെ ചരിത്രമാണ്. ഭൂട്ടാനെ ഒരു സ്വതന്ത്ര ബുദ്ധിസ്റ്റ് രാജ്യമായി നിലനിൽക്കുവാൻ സഹായിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്ര തന്ത്രജ്ഞതയാണ് എന്ന് പറഞ്ഞാൽ അതിലതിശയോക്തിയില്ല. നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയുടെ കീഴിലുള്ള ദണ്ഡക് എന്ന എൻജിനീയറിംഗ് വിഭാഗമാണ് ഇവിടുത്തെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏക വിമാനത്താവളം ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തത് അവരുടെ എൻജിനീയറിങ്ങിൻ്റെ കീഴിലാണ്. നോക്കൂ, ഇത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി കോളേജാണ് കേട്ടോ. ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ പല വർണ്ണങ്ങളിലുള്ള പ്രാർത്ഥനാ പതാകകൾ ഇവിടെ എവിടെയും കാണാം. മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്ന ബന്ധുജനങ്ങളുടെയും പ്രാർത്ഥനകളെ ഈ പതാകകളിൽ നിന്ന് കാറ്റ് അനന്തതയിലേക്ക് അവിരാമം വഹിച്ചു കൊണ്ടുപോകുമെന്നാണ് അവരുടെ സങ്കല്പം. ഭൂട്ടാനിൽ എവിടെയുമുണ്ട് പ്രകൃതിക്ക് ചാർത്തിയ ഈ തോരണങ്ങൾ. മരിച്ചവർക്ക് വേണ്ടി മണ്ണിൽ കുഴിച്ചിട്ട മുളം കമ്പുകളിൽ ഉയർത്തപ്പെടുന്ന അർച്ചനാശിലകൾ. എന്തൊരു കാറ്റാണെന്നറിയാമോ ഇവിടെ ഈ ആത്മാക്കളുടെ പ്രാർത്ഥനകളുടെ ഒരു മത്സരം തന്നെ നടക്കുകയാണ്. കാറ്റത്ത് വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്ന കൊടിമരങ്ങൾ, ചിലതെല്ലാം ചാഞ്ഞ് വീണു പോയിരിക്കുന്നു. ഒരുപാട് കൊടിമരങ്ങളുണ്ട് ഇവിടെ. പെട്ടതുപോലെയാണ് മൊത്തം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പെട്ടതുപോലെയാണ്. ഉണ്ടോ? എവിടെ നോക്കിയാലും വെള്ള ഫ്ലാഗുകളാണ്, പ്രയർ ഫ്ലാഗ്സ്. ഇതിൻ്റെ മേലെ കാണാൻ പറ്റും ഒരു കുരിശ് പോലെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മരം കൊണ്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഭൂട്ടാനിൽ പോയാൽ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ കാഴ്ച. ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലിനടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ഉച്ചഭക്ഷണമൊന്നും നമ്മുടെ ടൂർ പാക്കേജിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കാം. മറ്റെല്ലാവരും തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഞാനും ബാബുവും മാത്രം ഈ ഹോട്ടലിലേക്ക് വന്നു. കാരണം ഇവിടെ തീരെ തിരക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. ഇത് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തതാണ്. ഇതിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പെപ്പറിൻ്റെ പൊടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ റൊട്ടി, ചില്ലി ചിക്കൻ, പിന്നെ ഇവിടെ ഫ്രൈഡ് റൈസ്, പിന്നെ ഇവിടെ ഇത്ര ഐറ്റംസാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണ്, സിമ്പിൾ ഭക്ഷണം. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഏകദേശം 160 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ തിംഫുവിലെത്തുന്നത്. 5 മണിക്കൂറോളം യാത്രയുണ്ട്. അതിനിടയ്ക്ക് കാണുന്ന കാഴ്ചകളാണെങ്കിൽ കണ്ണ് തരിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസാണ്. വാങ്ക വാട്ടർഫോൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വാങ്ക വാട്ടർഫോളിൻ്റെ താഴെയാണ് നമ്മൾ. ഇത് മേലെ കുത്തനെന്നിങ്ങനെ അധികം വെള്ളമൊന്നുമില്ല, പക്ഷെ വളരെ കുത്തനെ വീഴുന്ന ഒരു ദൃശ്യമാണ്. ഇതിൻ്റെ വളരെ മേലെന്നാണ് വീഴുന്നത്. മലമുകളിലെ കാട്ടരുവിയിൽ നിന്നും ചാടി ഇറങ്ങി വരുന്ന തണുത്ത വെള്ളം ഒരു ചാറ്റൽ മഴ കൊള്ളുന്നത് പോലെ കുറച്ചു നേരം അതിൻ്റെ താഴെ നിന്നപ്പോൾ തന്നെ ആകെ കുളിർത്തുപോയി. വെള്ളം വീഴുന്നതിൻ്റെ 2 ഭാഗത്തും ചുറ്റിലും പുൽമേടകൾ ഇങ്ങനെ മെത്ത വിരിച്ച് കൊടുക്കുകയാണ് ഈ വാട്ടർഫോൾസിന്.
എന്ത് മനോഹരമാണെന്നോ ആ കാഴ്ച. നമുക്കറിയാം കണ്ണുകൾ കൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും ഈ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ ഒന്നും കിട്ടില്ലെന്ന്. സുഭാഷേ, സുഭാഷ് എന്നാണ് ഞങ്ങളുടെ ബസ്സിൻ്റെ പേര്. സുഭാഷേ, ലോങ് ലീവ് അവർ ബിലോവ്ഡ് കിങ്. അവരുടെ പ്രിയപ്പെട്ട രാജാവ് നീണാൽ വാഴട്ടെ അല്ലേ. തിംഫുവിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. നോക്കൂ, ഇടയ്ക്കിടയ്ക്ക് ഈ മലനിരകളുടെ രൂപവും ഭാവവുമൊക്കെ മാറുന്നുണ്ട്. ടൂറിസമാണ് തിംഫുവിലെ കാർഷികേതരമായ ഏക വ്യവസായമെന്ന് പറയാമെങ്കിലും നമ്മുടെ നാട്ടിലേതുപോലെയുള്ള സ്വാഭാവിക പ്രകൃതിക്കും പരിസ്ഥിതിക്കും ക്ഷതമേൽപ്പിക്കുന്ന യാതൊരു വക വികസന പ്രവർത്തനങ്ങളും ഭൂട്ടാനിൽ ഒരു സ്ഥലത്തും അനുവദിക്കുകയില്ല. കർശന നിയമങ്ങളോടെ നടപ്പാക്കുന്ന പരിസ്ഥിതി സംരക്ഷണം ജനജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ഭൂട്ടാനെ പോലെ വിജയിച്ച മറ്റൊരു രാജ്യമില്ലെന്ന് തന്നെ പറയാം. ആകെ ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂവിസ്തൃതിയുടെ 70% സംരക്ഷിത വനമാണ്. പുറം കാഴ്ചകളിൽ നിന്നും മടങ്ങി കുറച്ചു നേരം ഞാൻ കൂട്ടുകാർക്കൊപ്പം കൂടി. പ്രകൃതി സംരക്ഷണത്തിന് വമ്പിച്ച പ്രാധാന്യം നൽകുന്നതിനാൽ വൻകിട വ്യവസായങ്ങൾക്ക് എന്നതുപോലെ തന്നെ അമിതമായ ടൂറിസത്തിനും ഇവിടെ കർശനമായിട്ടുള്ള വിലക്കുകളുണ്ട്. വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സന്ദർശന ഫീസ് ചുമത്തിയിട്ടുണ്ട്. വലിയ കനത്ത സന്ദർശന ഫീസാണ് ചുമത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു 1200 രൂപ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ നമ്മൾ അടയ്ക്കണം. എങ്കിലും ശാന്തവും ശുദ്ധവുമായ പ്രകൃതി സാന്നിധ്യവും സ്വസ്ഥതയും തേടിയെത്തുന്ന ഒരുപാട് പേര്, അതുപോലെ വന്യജീവി നിരീക്ഷകർ, ഇങ്ങനെയുള്ളവർ, സാഹസിക പർവ്വത സഞ്ചാരികൾ, ഇവരുടെ എണ്ണം വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വീക്ഷണവും ഉദാരമനസ്കതയും ഭൂട്ടാനെ ഒരു സ്വതന്ത്ര ബുദ്ധിസ്റ്റ് രാജ്യമായിട്ട് നിലനിൽക്കാനായി സഹായിച്ചിട്ടുണ്ട്. ഭൂട്ടാനിലെ ജനങ്ങളും ഭരണകൂടവും നന്ദിയോടെയാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നത്. നെഹ്റുവിൻ്റെ സന്ദർശനത്തിൻ്റെ 50ാം വാർഷികം ഭൂട്ടാൻ ദേശീയ ഉത്സവമായിട്ടാണ് ആഘോഷിച്ചത്. ഇംഗ്ലീഷുകാർ പലവട്ടം ശ്രമിച്ചിട്ടും ഭൂട്ടാൻ ഒരിക്കൽ പോലും പാശ്ചാത്യ കൊളോണിയലിസത്തിന് വഴങ്ങിയിട്ടില്ല. വൻ രാജ്യങ്ങളായ ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിലാണ് ഭൂട്ടാൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ രാജ്യത്തിൻ്റെ പരമാധികാരവും ആഭ്യന്തര സുരക്ഷതയും വികസനവും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പുലർത്തുന്ന ജാഗ്രത എന്ന് പറയുന്നത് വളരെ വലുതാണ്. തിംഫുവിലേക്ക് ഇനി 29 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ.
തിംഫു എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാന നഗരമാണെങ്കിലും അവിടുത്തെ വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ തന്നെയാണ് കേട്ടോ. പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് അവിടുത്തെ ആളുകളും അതുപോലെ സ്കൂൾ കുട്ടികളും ഒക്കെ ധരിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ നിർബന്ധമായും പാലിക്കേണ്ട പരമ്പരാഗത വസ്ത്രധാരണവും ഭൂട്ടാനീസ് കെട്ടിട നിർമ്മാണ ശൈലിയും അവിടുത്തെ മലകളിൽ പാർക്കുന്ന ആദിവാസികൾക്ക് മാത്രമേ ബാധകമല്ലാത്തതുള്ളൂ. ഈ മലയുടെ ഒരു ഭംഗി നോക്കൂ, എന്തോ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് പോലെ അല്ലേ. അവരുടെ ദേശീയ ഭാഷ എന്ന് പറയുന്നത് ദസോങ്ക ആണെങ്കിലും നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ഭാഷ അവിടെ ഒരു പ്രശ്നമല്ല. നമ്മൾ തിംഫുവിനോട് അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ കിങ്ങിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ. ഈ വാങ്ചുക് രാജവംശത്തിൽപ്പെട്ട ജിഗ്മേ കെസാർ നംഗ്യേൽ ആണ് ഇവിടുത്തെ രാജാവ്. ഇപ്പോൾ നാം ശരിക്കും തിംഫു നഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം. എന്തു ഭംഗിയാണെന്ന് നോക്കണേ ഈ നഗരം കാണാനായിട്ട്. വാഹനങ്ങളുടെ എന്ന് പറയുക ബാഹുല്യമൊന്നുമില്ലാതെ, ഹോൺ ശബ്ദങ്ങളൊന്നും മുഴക്കാതെ വളരെ ശാന്തമായിട്ട് പോകുന്ന വാഹനനിരകളും തീരെ ആളുകൾ വളരെ കുറവാണ് ഇവിടെ. നമുക്കൊരു നഗരം എന്ന് പറയുമ്പോൾ നാം കാണുന്ന നമ്മുടെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾത്തിരക്ക്, വാഹനത്തിരക്ക്, ട്രാഫിക് ജാം അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ സിഗ്നൽ ലൈറ്റ് പോലും ഞാൻ കണ്ടില്ല. എന്ത് മനോഹരമായ ഒരു ടൗണാണ്. അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ തീപ്പെട്ടി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഒരേ ആകൃതിയിലുള്ള വീടുകൾ, ബിൽഡിങ്ങുകൾ. എനിക്കെന്തോ ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഓരോ വഴി എത്തുമ്പോഴും ഞാൻ വിചാരിക്കുകയാണ് എന്ത് ഭംഗിയാണത്, ഇതെങ്ങനെ ഒഴിവാക്കും എന്ന് കരുതി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടാവാം നമ്മളെപ്പോലെയുള്ളവർക്ക് ഇതൊരു അജ്ഞാതമായ അയൽപ്പക്കമാണ്. കാര്യം ഈ രാജ്യത്തെക്കുറിച്ചുള്ള അധികം ന്യൂസുകളൊന്നും നമ്മൾ കേൾക്കാറില്ല. ഈ രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര കലാപത്തെക്കുറിച്ചോ വെടിവയ്പ്പുകളെക്കുറിച്ചോ മരണങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് ന്യൂസ് കിട്ടുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് അജ്ഞാതമായ അയൽപ്പക്കമാണ്. ഇവിടെയുള്ളത് 3 മതങ്ങളാണ്. 1 ബുദ്ധമതം, 2 ഹൈന്ദവ മതം, 3 ക്രിസ്ത്യൻ മതം. ബുദ്ധമതക്കാരുടെ ലഗാങ്കുകൾ, അതല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങൾ, അതുപോലെ ദിസോങ് കോട്ടക്കൊത്തളങ്ങൾ, പിന്നെ ചോർട്ടനുകൾ എന്ന് പറയുന്ന സ്മാരക സ്തൂപങ്ങൾ, ഇതാണ് ഇവിടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്കും ഇവിടെ അമ്പലങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ആരാധനാലയങ്ങളൊന്നും തന്നെയില്ല. ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്. മുസ്ലിമുകളെ കുറിച്ചൊന്നും ഇവിടെ അറിവുള്ളതായിട്ട് ഗൈഡ് പറഞ്ഞില്ല കേട്ടോ. മുസ്ലിം ഇല്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. നോക്കൂ, കുറച്ച് അകലെയായി മുന്നിൽ കാണുന്നതാണ് ഈ സ്മാരക സ്തൂപം എന്ന് പറഞ്ഞത്. ചോർട്ടനുകൾ, ചോർട്ടൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത്തരമുള്ള ഒരുപാട് സ്മാരക സ്തൂപങ്ങൾ ഇവിടെ ഉണ്ട്. അവയുടെ ആകൃതിയും ഷേപ്പും അതിലടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ നിറവും മഞ്ഞയും വെള്ളയൊക്കെ എല്ലായിടത്തും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോർട്ടനുകൾ അല്ലെങ്കിൽ ദിസോങ്ങുകൾ അല്ലെങ്കിൽ ലഗാങ്ങുകൾ, പ്രാർത്ഥനാലയങ്ങൾ, ഇങ്ങോട്ടൊക്കെ പ്രവേശിക്കണമെങ്കിൽ ഇവർ നല്ല ഫീസ് ഈടാക്കുന്നുണ്ട് കേട്ടോ. അതായത് 500 രൂപ, 1000 രൂപ ഇങ്ങനെയൊക്കെ ഇവരിവിടെ എൻട്രി ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ കയ്യിൽ കരുതണം.
പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോൾ ഹോട്ടലിൽ എത്തിച്ചേരാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇനി 2 ദിവസം താമസിക്കാൻ പോകുന്ന ഹോട്ടൽ തിംഫു റെസിഡൻസി. എന്നോട് കൂടെ തിംഫുവിലേക്ക് യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും കാണുക. സ്നേഹത്തോടെ നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.